ഇപ്പം നമുക്കൊരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെയാണോ കാണേണ്ടത്, സൈക്കോളജിസ്റ്റിനെയാണോ കാണേണ്ടത്, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം ബെറ്റർ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ആദ്യം പോകുന്നതാണ്. ഓക്കെ. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാരണം സൈക്കോളജിസ്റ്റിനെ അസസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ 5 to 10 മിനിറ്റ്സിക്കുള്ളിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റ് സമയം തരില്ല. കാരണം ഒത്തിരി പേരെ അദ്ദേഹത്തിന് കാണാനുള്ളതാണ്. അതെ. അദ്ദേഹം നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് കേട്ടിട്ട് അദ്ദേഹത്തിന് മെഡിസിൻ എഴുതുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ഞാൻ നല്ല പ്രൊഫഷണലായിട്ടുള്ള ചില ഹോസ്പിറ്റലുകളിലും വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ജൂനിയർ ഒരു സൈക്കോളജിസ്റ്റ് കാണും. ആദ്യം ഈ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് എല്ലാ ഡാറ്റാസ് ഇൻഫോർമേഷൻസും എല്ലാം എഴുതിയതിന് ശേഷം ഈ റിപ്പോർട്ട് കൂട്ടായിരിക്കും ഈ ക്ലയൻറ്റ് പേഷ്യൻ്റ് അവരുടെ മുമ്പിൽ ചെല്ലുക. ഓക്കെ. അപ്പോൾ അത് ഈസി ആയിട്ട് വരും. അതുകൊണ്ട് ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് സൈക്കോളജിസ്റ്റ് എപ്പോഴും അസസ്മെൻറ്റുകൾ നടത്തും. ഏത് ടൈപ്പാണ്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രോബ്ലം, എന്നിട്ട് ആവശ്യമുള്ള കേസുകളാണെങ്കിൽ റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് ചെയ്യാണ്. അപ്പോൾ മെഡിക്കേഷനും പ്ലസ് സൈക്കോതെറാപ്പി രണ്ടും കൂടിയാണ് എല്ലാ കേസുകളും നമുക്കൊരു റിലീഫ് കിട്ടുന്നത്. പക്ഷേ വളരെ ആയിട്ടുള്ള ചില കേസുകളുണ്ട്. ഇപ്പം സൈക്കോട്ടിക് ആയിട്ടുള്ള കേസുകളുണ്ട്, സ്കിസോഫീനിയ അങ്ങനത്തെ പോലത്തെ വലിയ സിവിയർ ആയിട്ടുള്ള കേസുകളിൽ ഇൻസൈറ്റ് നഷ്ടപ്പെട്ട കേസുകളിൽ നമുക്ക് സൈക്കോതെറാപ്പി നടത്താൻ പറ്റില്ല. സ്കിസോഫീനിയ തന്നെ പല വകഭേദങ്ങളുണ്ട്, അതിൽ നമുക്ക് സൈക്കോതെറാപ്പി നടത്താം. പക്ഷേ കംപ്ലീറ്റ്ലി പോയ ഇതുണ്ട് ആ കേസുകളിൽ. കാരണം ഡിലൂഷൻ ആൻഡ് ഹലൂസിനേഷൻസ്, ഇൻസൈറ്റ് ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മെഡിക്കേഷൻ മാത്രമേ അതിന് ട്രീറ്റ്മെൻറ്റുള്ളൂ.